ായിരുന്നുവെങ്കിൽ നിനക്ക് സംസാരിക്കാനും കഴിയില്ല, ഭക്ഷണം കഴിക്കാനും കഴിയില്ല, പ്രസംഗിക്കാനും കഴിയില്ല. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ആ വെള്ളം അവിടെ വരുന്നത്? എവിടെ നിന്നാണ് ആ വെള്ളം വരുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ 2 സ്വിമ്മിംഗ് പൂൾ നിറക്കാനുള്ള ഉമിനീർ, വലിയ 2 സ്വിമ്മിംഗ് പൂൾ നിറയും ഒരു 60 വയസ്സ് ജീവിച്ച ഒരാളുടെ തുപ്പ് നീര് കൊണ്ട് എന്ന് ഇവിടുത്തെ ശാസ്ത്രം പറയും. ആ വെള്ളം ആരാണ് സംവിധാനിച്ചത്? 2 ചുണ്ട്. ആ ചുണ്ട് നിനക്ക് സംരക്ഷണം നൽകുന്നു, നിനക്ക് സൗന്ദര്യം നൽകുന്നു, നിനക്ക് ഖുർആൻ ഓതാൻ സഹായിക്കുന്നു, പ്രസംഗിക്കാൻ സഹായിക്കുന്നു. എല്ലാത്തിനും ചുണ്ട് വേണം, നാവ് വേണം. ഇതൊക്കെ സംവിധാനിച്ച അല്ലാഹു, നീ എന്തേ അത് ചിന്തിക്കാത്തത്? എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വഹദൈനാഹു നജ്ദൈൻ, 2 വഴികളും ഞാൻ അവനിക്ക് കാണിച്ചു കൊടുത്തില്ലേ? 2 വഴി. ഒന്ന് ഹഖായ വഴി, ഒന്ന് ബാത്തിലിന്റെ വഴി. ഒന്ന് നല്ല വഴി, മറ്റൊന്ന് ചീത്ത വഴി. ഒന്ന് സ്വർഗ്ഗത്തിന്റെ വഴി, ഒന്ന് നരകത്തിന്റെ വഴി. ഒന്ന് റഹ്മത്തിന്റെ വഴി, ഒന്ന് അദാബിന്റെ വഴി. വഹദൈനാഹു നജ്ദൈൻ, 2 വഴികളും ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ലേ? നീ എന്തേ നല്ല വഴി തിരഞ്ഞെടുക്കാത്തത്? നല്ലതും ചീത്തയും ഞാൻ മനസ്സിലാക്കി തന്നില്ലേ? ഞാൻ വിവരിച്ചു തന്നില്ലല്ലോ? നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? വഹദൈനാഹു നജ്ദൈൻ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള എത്രയെത്ര ചോദ്യങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്തേ നമ്മൾ മനസ്സിലാക്കാത്തത്? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ മനസ്സിലാക്കണം, ഖുർആൻ ആഴത്തിൽ പഠിക്കണം. ഖുർആൻ ഹിഫ്ദാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പൊ ഹിഫ്ദ് കോളേജ് ഒരുപാടുണ്ട്. തഹ്ഫീദുൽ ഖുർആൻ നല്ലതാണ്, ഞാൻ ആക്ഷേപിക്കുകയല്ല. പക്ഷേ മനഃപ്പാഠമാക്കിയത് കൊണ്ട് ഖുർആന്റെ അർത്ഥം അറിഞ്ഞോളണമെന്നില്ല. അതിന്റെ അർത്ഥം പഠിക്കണം, തഫ്സീർ പഠിക്കണം. തഫ്സീർ പഠിക്കണമെങ്കിൽ മാഅനി പഠിക്കണം, മന്തിഖ് പഠിക്കണം, നഹ്വ് പഠിക്കണം, അങ്ങനെ പലതും പഠിക്കണം. പെട്ടെന്ന് ഒരാൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയില്ല. അതിന് മുമ്പ് കുറെ കാര്യങ്ങളുണ്ട്. അത് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിന്റെ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഖുർആൻ പഠിക്കാൻ സാധിക്കും. നിന്റെ ഖിറാഅത്ത് ശരിയാക്കണമെങ്കിൽ ഖുർആൻ ഖിറാഅത്ത് തജ്വീദ് യൂട്യൂബിൽ നിന്ന് ലഭിക്കും. അർഫുകൾ എങ്ങനെ മൊഴിയണമെന്ന് യൂട്യൂബിലുണ്ട്. അർഫിന്റെ മഖ്റജുകളുണ്ട്, അർഫിന്റെ വസ്ഫുകളുണ്ട്, എല്ലാം യൂട്യൂബിലുണ്ട്. നമ്മൾ ഓതുന്നതെല്ലാം ഓത്തായിക്കൊള്ളണമെന്നില്ല. ഫാത്തിഹ 156 അക്ഷരങ്ങൾ ഫാത്തിഹയിലുണ്ട്. ബിസ്മി അടക്കം 156. മാലിക് യൗമിദ്ദീൻ എന്നുള്ള ഖിറാഅത്ത് പ്രകാരം അതിൽ ഒരു ഹർഫ് തെറ്റിയാൽ അതിന്റെ ഫാത്തിഹ ശരിയല്ല. 186 നിസ്കാരത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ മാസത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, 156 ഹർഫുകൾ ഫാത്തിഹയിലുണ്ട്. അതിന് ഒരു ഹർഫ് തെറ്റിയാൽ നിന്റെ ഫാത്തിഹ ശരിയല്ല. ഫാത്തിഹ ശരിയായില്ലെങ്കിൽ നിന്റെ നിസ്കാരം ശരിയല്ല. എപ്പോഴാണ് നീ അത് ശരിയാക്കുക? ഒരു നിസ്കാരം ശരിയല്ലാതെ പോയാൽ പിന്നെ എപ്പോഴാണ് ശരിയാക്കുക? പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അത് കുട്ടികൾക്ക് മാത്രമല്ലേ, നമ്മൾ വലുതായില്ലേ. പഠിക്കുന്നതിന്റെ വയസ്സിന്റെ പ്രശ്നമില്ല. ഒരു ഉസ്താദിനെ വെച്ചുകൊണ്ട് ഖുർആൻ പഠിക്കാം. ഒരു ഉസ്താദിനെ വെച്ചുകൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു തരണം. അർത്ഥമല്ല, അതൊന്ന് വായിക്കാൻ, ഒന്ന് പാരായണം ചെയ്യാൻ, ഒന്ന് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കിട്ടാതിരിക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഖുർആൻ പഠിക്കുന്നവരുണ്ട്. എൻ്റെ അറിവിലുണ്ട്. നല്ല വലിയ വലിയ മുതലാളിമാരുണ്ട്, ഉസ്താദന്മാരെ വെച്ചുകൊണ്ട് പഠിക്കുന്നവരുണ്ട്. ആഖിറത്തിന്റെ ബോധമുള്ളവരുണ്ട്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഇനിയും നമ്മൾ ബിസിനസ്സായിട്ട് മുതലായിട്ട് പോയാൽ ശരിയാവില്ല. ഇനി മരിക്കണ്ടേ, ഇനി ഖബറിൽ കിടക്കണ്ടേ, ആലോചിക്കണ്ടേ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പരലോകത്തേക്കുള്ള വീടുകളിൽ വെച്ച് ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബർ കാണുമ്പോഴാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല കരയാറുണ്ടായിരുന്നു. എന്താ, ഖബറിൽ ഞാൻ ഒറ്റക്ക് കിടക്കണം. ഖബറിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കല്ല് വെച്ച് മണ്ണെല്ലാം പാരിയിട്ട് മീസാൻ കല്ല് വെച്ച് എല്ലാ ആളുകളും പിരിഞ്ഞു പോയി. ഒരു 5-6 ചവിട്ട് അപ്പുറം പോയാൽ
യതീഹിൽ മലകാനിൽ കരീമാനി അൽ ഹായിലാനി സായിലാനി അൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ. രണ്ട് മലക്കുകൾ വരും. ആ മലക്കിന്റെ പേരാണ് മുൻകർ നകീർ. ഫയഖിദാനി എന്നിട്ട് അവനെ ഇരുത്തും. യുജരിസാനി ആ രണ്ട് മലക്കുകൾ അവനെ ഇരുത്തും. എന്നിട്ട് വയസ്സലാനി അവനോട് ചോദിക്കും മർ റബ്ബുക നിന്റെ റബ്ബാരാണോ? എല്ലാ നിരീശ്വരവാദിയും എല്ലാ വിശ്വാസികളും അടുത്ത് വരും. നിന്റെ റബ്ബാരെ ചോദിക്കും. നീ ഇവിടെ ഈമാൻ കൊള്ളാത്തവനാണെങ്കിൽ, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനാണെങ്കിൽ നിനക്ക് അവിടെ അല്ലാഹ് എന്ന് പറയാൻ കഴിയില്ല. അവൻ മുഅ്മിനായ വിശ്വാസി, മതവിശ്വാസിയാണ്, ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ അവൻ പറയും അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹുവാണ്. വമാ ദീനുക നിന്റെ മതം ഏതാണ്? അൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എന്റെ മതം. വമൻ നബിയുക നിന്റെ നബി ആരാണ്? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി, എന്റെ നബി മുഹമ്മദാണ്. ഇത് എല്ലാവർക്കും വരാൻ പോകുന്ന സംഗതിയാണ്. അവിടെ മറുപടി പറയാൻ സാധിക്കാത്തവർ അട്ടഹസിക്കാണ്. മുനാഫിക്കാണെങ്കിൽ, കപട വിശ്വാസിയാണെങ്കിൽ, അവിശ്വാസിയാണെങ്കിൽ, മുഅ്മിനല്ലാത്തവനാണെങ്കിൽ, കാഫിറാണെങ്കിൽ അവർ പറയും അങ്ങനെയാണ് ഹദീസിലുള്ളത്. അവൻ പറയും എനിക്കറിയില്ല എന്ന് പറയും. അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമാക്കപ്പെട്ട ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കും വമാ റഅയുക വമാ ഇൽമുക ബിഹാദർ റജുലി, ഈ മനുഷ്യനെ കുറിച്ചുള്ള നിന്റെ അറിവ് എന്താണോ? ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അറിവ് എന്താണ്? അവൻ മുഅ്മിനായ മനുഷ്യൻ, നല്ല മനുഷ്യനാണെങ്കിൽ നമ്മൾ റസൂലുള്ളാഹിയെ കണ്ടിട്ട് പോലുമില്ല, എന്നാലും റസൂലുള്ളാഹിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. തങ്ങളുടെ മുഖം എങ്ങനെയാണ്, തങ്ങളുടെ മുടി ഇങ്ങനെയാണ്, തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, അങ്ങനെ പഠിച്ച ആളുകളാണെങ്കിൽ അവർ പറയും ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറയും. അപ്പോൾ മലക്കുകൾ പറയും നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങിക്കോ. പുതിയാപ്പിള ഉറങ്ങുന്ന, അതാണ് ഈ ഉറൂസ്. അറൂസാണ്. അറൂസ് എന്ന് പറഞ്ഞാൽ പുതിയാപ്പിള. പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങിക്കോ. ഖിയാമത്ത് നാളോളം അവനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഖബറിൽ ഉറങ്ങുക. ഖിയാമത്ത് നാളാകുമ്പോ അവൻ ചോദിക്കും ഖാലൂ മൻ ബഅഥനാ മിൻ മർഖദിനാഹാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഇത് അല്ലാഹു തആല വഅദ ചെയ്യുകയും മുർസലീങ്ങളെ താക്കീത് ചെയ്യുകയും ചെയ്ത അന്ത്യനാളാണോ? ഖിയാമത്ത് നാൾ അടുത്തായോ? അതാണ് ഖബർ. അവിടെ ഈമാനില്ലാത്തവർക്ക് അപ്പൊ തന്നെ നരകത്തിന്റെ ശിക്ഷ തുടങ്ങും. തീയാനുള്ള ദണ്ഡുകളെ കൊണ്ട് അവരടിക്കും. ഭൂമിന്റെ അടിയിലേക്ക് അവർ തള്ളപ്പെടും, വീണ്ടും പൊങ്ങി വരും. പിന്നെയും മലക്കുകൾ തീയാനുള്ള ദണ്ഡ് കൊണ്ടടിക്കും. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ അവരെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലിനെ നന്നാക്കി എടുക്കാൻ നോക്കാം. കുറേ അമൽ ചെയ്യണമെന്ന് പറയുന്നില്ല, ചെയ്യുന്ന അമൽ നന്നാക്കി എടുക്കുക. ആരെയും കുറ്റം പറയാതെ, ഗീബത്ത് പറയാതെ നമ്മൾ നമ്മുടെ കാര്യമായിട്ട് മുന്നോട്ട് പോവുക, എന്നാൽ രക്ഷപ്പെടും. കുറേ നിസ്കരിക്കണം, നോമ്പ് നോക്കണം എന്ന് പറയുന്നില്ല. ചെയ്യുന്ന അമൽ നന്നാക്കണം, അത് ശരിയാണ്. അതൊരു ഉസ്താദിനോട് ചോദിക്കും, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, ഇത് ശരിയാണോ തെറ്റാണോ? എന്നിട്ട് അത് നന്നാക്കിയിട്ട് ആരെയും കുറ്റം പറയാതെ, ഗീബത്തും നമീമത്തും കളവും പറയാതെ ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ദിക്ർ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റുകളൊക്കെ അധികരിപ്പിച്ചിട്ട് അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടിയാൽ അവൻ രക്ഷപ്പെടും, അതിന് സംശയമില്ല. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഞാൻ നീട്ടി പറയുകയല്ല എൻ്റെ സഹോദരന്മാരെ. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനെ ഓർക്കണം. നമ്മളെ മനസ്സ് അല്ലാഹുവിലേക്ക് ഓർക്കണം. നമ്മൾ സദക്ക ചെയ്യുന്നുണ്ടെങ്കിലും മറ്റെന്ത് അമൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ലോകമാന്യത്തിന് വേണ്ടിയാകരുത്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ.
ഒരാൾ അള്ളാഹുവിനെ കാണണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വാലിഹായ അമൽ ചെയ്യട്ടെ. വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ, അവന്റെ റബ്ബിന് ചെയ്യുന്ന ഇബാദത്ത് ഒരാളെയും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റാരെയും പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടി, റിയാഹ് ലോകമാന്യത്തിന് വേണ്ടി ചെയ്യാതിരിക്കട്ടെ. അവന്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി. ഇന്നമാ നുതീമുകും ലിവജ്ഹില്ലാഹ്, നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹുവിന് വേണ്ടിയാണ്. ഞാൻ ആടെ 10 കിറ്റ് കൊടുത്ത് ഇവിടെ 50 കിറ്റ് കൊടുത്ത് എന്ന് ബീബ് പറയാനല്ല. റമദാനിൽ ഇന്നമാ നുതീമുകും ലിവജ്ഹില്ലാഹ്, നമ്മൾ ഭക്ഷണം കൊടുത്ത അല്ലാഹുവിന് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളെ പ്രതിഫലമോ നിങ്ങളെ നന്ദി വാക്കോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ നന്ദി പറഞ്ഞില്ലല്ലോ, ഞാൻ അന്ന് അങ്ങനെ സഹായിച്ചില്ലേ, ഒരു നന്ദി നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിന്റെ കൂലി പോയി. നിങ്ങളെ നന്ദി വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലാ നുരീദു മിൻകും ജസാഅൻ, നിങ്ങളെ പ്രതിഫലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് ഞാൻ ഒരു കണ്ണ് ചെയ്തില്ലേ, ഇന്നെന്തേ എനിക്കുന്നതൊന്ന് ചെയ്തോടെ, അങ്ങനെ ചോദിച്ചാൽ പ്രതിഫലം ആഗ്രഹിച്ചവരായി. അവൻ നിങ്ങളിൽ നിന്നുള്ള പ്രതിഫലമോ നിങ്ങളൊരു നന്ദി വാക്കോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കൊടുക്കുന്നത്, ഞാൻ സദഖ ചെയ്യുന്നത്, ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്, ഞാൻ പണം കൊടുക്കുന്നത്, ഞാൻ മദ്രസയെ സഹായിക്കുന്നത്, പള്ളിയെ സഹായിക്കുന്നത്, ഉസ്താദുമാരെ സഹായിക്കുന്നത് അല്ലാഹു തആലക്ക് വേണ്ടിയാണ്, അല്ലാഹുക്ക് വേണ്ടിയാണ്. ആ ഒരു നിയ്യത്തിൽ നമ്മൾ ചെയ്താൽ അതവിടെ നിലനിൽക്കും. അതല്ലേ മറിച്ചാണോ, ആളുകൾ കാണാനാണോ, മൈക്കിൽ വെച്ച് പേര് പറയാൻ വേണ്ടിയാണോ, ലോകത്ത് പേര് കിട്ടാൻ വേണ്ടിയാണോ, പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണോ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ അടുത്ത് എത്തിയാൽ അതിന്റെ കൂലി ഉണ്ടാവില്ല. പഠിച്ചവന്റെ അടുത്ത് എത്തിയാല് അതിനൊന്നും കൂലി ഉണ്ടാവില്ല, പകരം ശിക്ഷ ഉണ്ടാവും. എനിക്ക് ചെയ്യേണ്ടതിന്റെ കൂടെ മറ്റൊരാളെ നീ എന്തിന് പങ്കു ചേർത്തു, വേറെ ആളെ കാണാൻ വേണ്ടി നീ എന്തിന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അവരെ ചോദ്യം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പരിശുദ്ധമായ റജബ് മാസം, ഈ റജബ് മാസത്തിൽ നിസ്കാരത്തിന്റെ മാസമാണ്, നിസ്കാരം ഫർളാക്കപ്പെട്ട മാസമാണ്. നിസ്കാരത്തിന്റെ കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതിലെന്തെങ്കിലും പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പറയാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കിയിട്ട് ഉസ്താദന്മാരോട്, അറിവുള്ള ആളുകളോട് ചോദിച്ച് നന്നാക്കി നല്ല നിലയ്ക്ക് കൃത്യമായി 5 നേരം നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റമദാനിന് വേണ്ടി ഒരുങ്ങി വെക്കുക, റമദാനിന് സ്വാഗതം ചെയ്യുക, റമദാൻ മാസം വരുമ്പോൾ സന്തോഷിക്കുക. ആ റമദാനിന്റെ നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് തൗഫീഖ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. അതിലേക്ക് ആയുസ് നീട്ടി തരാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുക. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഉണ്ടായിരുന്ന എത്ര ആളുകൾ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ് സഹോദരങ്ങളെ. എത്ര ചെറുപ്പക്കാർ ബൈക്ക് ആക്സിഡന്റ് ആയി മരിക്കുന്ന എത്ര ചെറുപ്പക്കാർ. ഒരു സനത് വാങ്ങാൻ പോകുന്ന ഒരു ഫൈസി, ഈ അടുത്ത് 24 വയസ്സ് പ്രായമുള്ള ഫൈസി, അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് പോലും കയ്യിൽ വാങ്ങിയിട്ടില്ല, അതിനു മുമ്പ് മരിച്ചുപോയി. ബൈക്ക് ആക്സിഡന്റ് ആണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ കഴിഞ്ഞ 2-3 ദിവസം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ BC റോഡ് മദ്രസ വിട്ടു പോകുന്ന ഒരു പെൺകുട്ടി വാപ്പാന്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ബൈക്കിലേക്ക് മറ്റൊരു ബൈക്ക് കൂട്ടിയിടിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടി അപ്പൊ തന്നെ തക്ഷണം മരിച്ചുപോയി. ഇതാണ് മരണം. എങ്ങനെ സഹിക്കും ഈ മാതാപിതാക്കൾ? ഇതാണ് മനുഷ്യന്റെ മരണം. എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുമെന്ന് ആരും പറയാൻ സാധ്യമല്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നൽകി എപ്പോഴും ഏത് സമയത്തും നമ്മൾ ആ വിളിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി തയ്യാറായി എന്നാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ആ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെല്ലാവരും തെരുമാറാവട്ടെ. അർഹമുർ റഹീമിനായ റബ്ബ് നാഫിയായ ഇൽമ നമുക്ക് ഏറ്റിയെടി തെരുമാറാവട്ടെ. നമ്മുടെ അമലുകൾ അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദ്വാരക്കാനും വായിക്കണ്ട, ദ്വാരക്കണം അല്ല, നാളെ ദ്വാരക്കുന്നത് സാഫായത്താക്കണമെന്ന് പറയുന്നു, അതിന് കൊടുത്തിട്ടുണ്ടാവും. അവ എല്ലാവരും ഒന്ന് സലാത്തിരിക്കൊണ്ട് ഇങ്ങോട്ട് വരും ഇൻഷാ അല്ലാഹ്. കയ്യിലുള്ളത് എന്തെങ്കിലും ഒരു ബോണിയാക്കണം, മറ്റൊരു ദിവസമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സദഖ ചെയ്യുന്നതിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അതിനെ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരിക്കലും ഇങ്ങോട്ട് വാ,
കുറെ നേരമില്ല അവിടെ ഇരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.